നോട്ടുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റ് ഒരു ട്രിക്കായിട്ട് പഠിച്ചാലോ? റിസർവ് ബാങ്ക് ആദ്യമായിട്ട് നോട്ട് പുറത്തിറക്കുന്നത് ആ വർഷം ഓർത്തിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മലയാളത്തിലുള്ള നോട്ട് എന്നുള്ളതിൽ തന്നെ ഈ നാ എന്നുള്ളത് ഇങ്ങോട്ട് ചെരിച്ചിട്ടാൽ 3 എന്നുമായി. ട് എന്നുള്ളതിലുള്ള സംഖ്യ ഏതാ? 8 അല്ലേ? അപ്പം 38-ലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഒരു നോട്ട് പുറത്തിറക്കുന്നത്. അത് പലപ്പോഴും എടുത്ത് ചോദിച്ച ഒരു വർഷമാണ്. അപ്പോൾ നമുക്കറിയാം 1938-ലാണ് നോട്ട് പുറത്തിറക്കിയത്. അത് ഈ നോട്ട് എന്നുള്ള മലയാളത്തിലുള്ള വാക്ക് തന്നെ കിട്ടും. ഇനിയോ ആദ്യമായിട്ട് എത്ര രൂപയുടെ നോട്ടാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ ഈ 3-ഉം ഈ 8-ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് 5 രൂപയുടേതാണ് എന്നുള്ളതും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കും. ഇതാണ് റിസർവ് ബാങ്ക് ആദ്യമായിട്ട് പുറത്തിറക്കിയ നോട്ട്. അപ്പോൾ 2 ഫാക്റ്റ് പഠിച്ചല്ലോ, വർഷവും പഠിച്ചു, എത്ര രൂപയുടെ ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3-ഉം 8-ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കി 5 എന്ന് കണ്ടു. ഇനി ഇതിൽ തന്നെ നോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അടുത്തത് കോയിനാണ് അടുത്ത പുറത്തിറക്കുക. അതിനെന്ത് ചെയ്താൽ മതി, ഈ 1938 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ 38-ഉം ഈ 19-ഉം കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇതിലത്തെ 2 സംഖ്യകൾ 19-ഉം 38-ഉം കൂട്ടിയാൽ 57-ആണ്. അപ്പോൾ 57-ലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ കോയിൻ പുറത്തിറക്കുന്നത്. അപ്പോൾ 3 ഫാക്റ്റ് ആയല്ലോ. ഇനി നമ്മളൊക്കെ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഒട്ടും മറക്കാത്തൊരു കാര്യമാണ് ഇത്, നോട്ട് നിരോധനത്തിൻ്റെ ഒരു കാര്യം. അത് ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. നവംബർ 8-നാണ്, അതും ഇതിൽ തന്നെ ഉള്ളത് നോക്ക്. നവംബർ 8 എന്നുള്ളത് ആ നോട്ട് എന്നുള്ള അതിൽ തന്നെ ഇല്ലേ, നവംബർ 8 2016-ലാണ് എന്ത് ചെയ്തത്, നോട്ട് നിരോധനം വന്നത്. അപ്പോൾ അതും ഈ ട്ട് എന്നുള്ളതിൽ തന്നെ നവംബർ 8 എന്നുള്ളത് അങ്ങനെ ഓർത്തിരിക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്